നാനാജി, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇന്ന് തന്നെ നാനിക്ക് ഇഞ്ചക്ഷൻ കൊടുത്തേ പറ്റൂ. ശരി, ഉടനെ വരുത്താം. ശിവമോനെ, വേഗം പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരും. ഈ മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടില്ല. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് എല്ലാ സ്ഥലത്തും അന്വേഷിച്ചതാ. അതായത് ഇത്രയും ദിവസം ഞാനല്ല ചികിത്സിക്കുന്നത്. അപ്പോ എനിക്കറിയാലോ ഏത് മരുന്നാ കൊടുക്കേണ്ടതെന്ന്. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? വീനസ് സിറ്റിയിൽ മാത്രമേ ഈ മരുന്ന് കിട്ടുള്ളൂ. സൂര്യാസ്തമനത്തിന് മുമ്പ് വേണം. അല്ലെങ്കിൽ നാനിജിയുടെ കാര്യം എനിക്ക് ഉറപ്പു പറയാൻ പറ്റില്ല. അങ്ങനെ ഒന്നും സംഭവിക്കില്ല സർ. ഞാൻ പോയി ആ മരുന്ന് വാങ്ങിച്ചോണ്ട് വരും. ശിവ, നിനക്കൊരു കാര്യം അറിയാം? നമ്മുടെ വേദ സിറ്റിയില് ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇന്നലെ വേദ നഗരത്തിലുണ്ടായ കൊടുങ്കാറ്റിൽ ആകെ നാശനഷ്ടങ്ങൾ. വഴികൾ മൊത്തം ബ്ലോക്കായി. മണ്ണിടിച്ചിലിന്റെ ഫലമായി റെയിൽവേ ട്രാക്ക് ബ്ലോക്ക് ആണ്. അടുത്ത സിറ്റിയിലേക്ക് പോകാനുള്ള എല്ലാ മാർഗങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. ഇന്ന് ഈ വേദ നഗരത്തിലുള്ള ജനങ്ങൾ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. ആകെ ഫ്ലൈറ്റിലൂടെയോ ഹെലികോപ്റ്ററിലൂടെയോ സഞ്ചരിക്കാനാവുള്ളൂ. ഇതല്ലാതെ വേറെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാവില്ല. നഗരത്തിലുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ മരുന്നുകൾ കണ്ടമാനം കുറയുന്നു. കടയിൽ പലചരക്ക് സാധനങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പോയാൽ എന്താകും ഈ വേദ നഗരം? ഞങ്ങളുടെ പ്രധാന വാർത്തകൾ കാണാൻ വീണ്ടും 8 മണിക്ക് വരിക. ശിവ, നീ ഇത്രയും ദൂരം എങ്ങനെ പോകും? അങ്ങനെ പോകാൻ ഒരു വഴിയും കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്റെ സൈക്കിൾ കൊണ്ടുപോകും മുത്തശ്ശ. വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ മരുന്ന് എത്തിച്ചിരിക്കും. ഞാൻ ആദ്യം ലഡ്ഡു സിംഗ് സാറിനോട് ഹെൽപ്പ് ചോദിച്ചു നോക്കാം. ശിവ, എനിക്കൊരു കാര്യം പറയുന്നതിൽ വിഷമമുണ്ട്. ഇതുപോലെ സമയത്ത് എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുന്നില്ലാന്ന്. കൂടാതെ വേദ സിറ്റിയുടെ ഹെലികോപ്റ്റർ ഇപ്പൊ റിപ്പയർ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ശിവ, എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഞാൻ നിന്നെ ജീപ്പിൽ കൊണ്ടുപോയി വേഗത്തിൽ ആ സ്ഥലത്തേക്ക് എത്തിക്കാം. പിന്നെ നീ നോക്കിക്കൊള്ളാം. റോഡ് ജാം ഉള്ളവരെ ഞാൻ പോകൂ. ഓക്കേ? താങ്ക് യു സർ. കുറച്ചെങ്കിലും സമയം രക്ഷിക്കാം. അതിനുള്ളിൽ ഞാൻ നോക്കാം. സോറി ശിവ, ഇനി നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാനാവില്ല. പക്ഷെ നിക്ക്, ഞാനൊന്ന് പോയി നോക്കട്ടെ. ആ ഭാഗത്തേക്ക് നിനക്ക് പോവാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവിടുന്ന് ഒരുപാട് ദൂരം വരെ ട്രാഫിക് ജാമായി കിടക്കുകയാണ്. സോറി ശിവ, ഇവിടെ വണ്ടിയൊക്കെ ആകെ ബ്ലോക്കായി കിടക്കാണ്. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. അല്ല, ഞാനിത് എവിടെയാണ്? സത്യത്തിൽ ഞാൻ ഇപ്പൊ എവിടെയാണ്? ഞാൻ ഗുഹയ്ക്കകത്താണോ കുടുങ്ങിയിരിക്കുന്നത്? അതോ വല്ല ടണലിൽ കുടുങ്ങിപ്പോയോ? രക്ഷിക്കണേ. പേടിക്കണ്ട ലഡ്ഡു സിംഗ് സാറേ, എല്ലാം സുരക്ഷിതമാണ്. നോക്കു ശിവ, നിന്റെ സൈക്കിൾ ഹെലികോപ്റ്റർ മോഡിലിട്ട് പറപ്പിക്കാൻ സാധിക്കുമല്ലോ. അത് ബാറ്ററിയല്ലേ ചലിക്കുന്നത്. അതിന്റെ ബാറ്ററി വളരെ ചെറുതുമാണ്. സൈക്കിളിൽ വലിയ ബാറ്ററി പിടിപ്പിക്കാനാവില്ല. വളരെ അത്യാവശ്യമുള്ളപ്പോൾ ഒരു 4, 5, 6 കിലോമീറ്റർ വരെ പോവാം. അതിന് കൂടുതൽ സൈക്കിൾ പ്രവർത്തിക്കാനാവില്ല. എന്തായാലും ഞാനൊന്ന് നോക്കാം. ബൈ. റെയിൽവേ ട്രാക്കിലൂടെ സൈക്കിൾ ഓടിച്ചാൽ വളരെ സ്പീഡിൽ ഓടിക്കാൻ പറ്റും. അങ്ങനെ എനിക്ക് എളുപ്പത്തിൽ എത്താനും പറ്റും.
ഇതാ എന്റെ ഗ്ലൂ ടയർ ഓൺ ആയിരിക്കുന്നു. ഇനി ഇത് റെയിൽവേ ട്രാക്കിൽ ഒട്ടിപ്പിടിച്ച് വേഗത്തിൽ പോകാൻ പറ്റും. ഞാൻ എന്തായി കാണുന്നത്? നിൽക്കൂ. കൊള്ളാം, നീ സൈക്കിൾ ഓടിക്കാൻ ബഹുമിടുക്കനാണ്. എങ്ങോട്ടായി എഴുന്നള്ളിപ്പ്? വീനസ് സിറ്റി. ഈ സൈക്കിളിലാണോ വീനസ് സിറ്റി വരെ നീ പോകാൻ പോകുന്നത്? അതെ, ഈ സൈക്കിളിൽ ഒരുപാട് കഴിവുകളുണ്ട്. സൈക്കിളിന് പറക്കാൻ പറ്റും, വളരെ സ്പീഡിൽ പോകാൻ പറ്റും, കൂടാതെ ഒരുപാട് ഗാഡ്ജറ്റ്സും ഇതിലുണ്ട്. ആ, എനിക്കും കണ്ടപ്പോ അങ്ങനെ തോന്നി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ സൈക്കിൾ ഇവിടെ വിട്ടേക്ക്. പറ്റില്ല, എനിക്ക് എന്റെ മുത്തശ്ശിക്ക് മരുന്ന് വാങ്ങിക്കാൻ പോണം. എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. മര്യാദക്ക് സൈക്കിൾ താ, പിന്നെ നിന്റെ പോക്കറ്റിലുള്ള പണവും തന്നേക്ക്. എന്തായാലും മരുന്ന് മേടിക്കാൻ പോകല്ലേ, ആ പണമാണ് ഞാനിപ്പോ നിന്നോട് ചോദിച്ചത്. തരാൻ വേഗം എടുത്തരാനാ പറഞ്ഞത്. അഥവാ തന്നില്ലെങ്കിലോ? ഇല്ലെങ്കിൽ എന്റെ കയ്യിലുള്ള ഈ വടി കണ്ടില്ലേ കുട്ടി? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഹലോ ഹലോ, നന്ദു, സോഹൻ, മോത്തി, ബില്ലു. പറയൂ ബോസ്. റെയിൽവേ ട്രാക്കിലൂടെ ഒരു ചെറുക്കൻ അങ്ങോട്ട് വരുന്നുണ്ട്. അവനെ പിടിച്ച് അവന്റെ സൈക്കിൾ തട്ടിയെടുക്ക്. ആ കുരുത്തം കെട്ടവൻ എന്നെ അടിച്ചിട്ടാ വന്നത്. അവനെ ഒരുത്തനും നിങ്ങൾ വിടാൻ പാടില്ല. ഓക്കെ ബോസ്. എന്താ, ആ കുട്ടിയെ പിടിച്ചോ? ഇല്ല ബോസ്, അവന്റെ ഇടി കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ നടുവിന്റെ പരിപ്പിളകി പോയ ബോസ്. ഹലോ ശങ്കര. ഓക്കെ ബോസ്, അവനെ ഞാൻ നോക്കിക്കോളാം. എന്നെ വിട്. എന്താ
അടിക്കല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ അടിക്കല്ലേ. നിന്റെ പേഴ്സ് ഇതാ കൊണ്ടുപോക്കോ. വേണമെങ്കിൽ നിന്റെ സൈക്കിൾ കൂടി എടുത്തോണ്ട് പോക്കോ. എന്നെ വിട്ടേക്ക് മോനെ. മനുഷ്യത്വം കുറച്ചുപോലും ഇല്ലാത്ത ആൾക്കാരാ നിങ്ങൾ. നല്ലവണ്ണം പെരുമാറിയാൽ മാത്രമേ ബുദ്ധി കുറച്ച് തെളിയുള്ളൂ. ഹാ.